ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാം അത് സുപരിചിതമായിരിക്കും. ഇപ്പോഴിതാ ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിൽ സർക്കാർ ഭൂമിയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനായി ഭരണകൂടം ഒരു പ്രധാനമായിട്ടുള്ള ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. പള്ളികളും മദ്രസകളും വിവാഹ ഹാളുകളും കനത്ത പോലീസ് സുരക്ഷയിലും ഡ്രോൺ ക്യാമറകളുടെ നിരന്തര നിരീക്ഷണത്തിലും ബുൾഡോസറുകളാൽ പൊളിച്ചു മാറ്റപ്പെടുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ തുടർന്ന് സംഭാലിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. സംഭാലിലെ ആസ്മോലി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഗ്രാമത്തിൽ ഈ ഓപ്പറേഷൻ വൻ പോലീസ് സന്നാഹത്തോടെ നടത്തിയിട്ടുണ്ട്. ലഭിച്ച വിവരങ്ങളനുസരിച്ച് നിർമ്മാണം നടന്ന സ്ഥലം ഗ്രാമവാസികളെ ഉടമസ്ഥതയിലുള്ളതാണെന്നും ഒരു കുളത്തിനായി ഉദ്ദേശിച്ചിരുന്നതാണെന്നും പറയുന്നു. ആ കുളത്തിനായി ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്താണ് പള്ളിയും മദ്രസയും വിവാഹമണ്ഡപവും എല്ലാം വന്നിരിക്കുന്നത്. ഈ ഭൂമി വളരെ കാലമായി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തി നിർമ്മാണം നടത്തിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി പറയുന്നത്. വലിയൊരു പ്രദേശത്ത് അനധികൃത നിർമ്മാണം നടന്നിട്ടുണ്ട്. ജൂലൈ 10 കൈവശക്കാർക്ക് നോട്ടീസ് നൽകുകയും ഈ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ 30 ദിവസത്തെ സമയം നൽകുകയും ചെയ്തു. കാലാവധി കഴിഞ്ഞിട്ടും നിർമ്മാണം നീക്കം ചെയ്യാത്തപ്പോൾ ഭരണകൂടം സ്വന്തമായി നടപടിയെടുക്കാൻ ഒരുങ്ങുകയായിരുന്നു. ഇവിടെ വിശാലമായ ഒരു പ്രദേശത്ത് നിരവധി ബിഗ ഭൂമികൾ നിർമ്മാണം നടന്നിട്ടുണ്ട്. സംഭാൽ SP KK ബിഷ്ണോയാണ് ഇത് പറയുന്നത്. ആ പ്രദേശം മുഴുവൻ ഒരു ക്യാമ്പാക്കി മാറ്റുകയാണ്. അതായത് ബുൾഡോസർ ഓപ്പറേഷനിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ പ്രദേശം മുഴുവൻ ഒരു പോലീസ് ക്യാമ്പാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രമസമാധാന പാലനത്തിനായി ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഓപ്പറേഷന്റെ ഗൗരവം കണക്കിലെടുത്ത് ജില്ലാ മജിസ്ട്രേറ്റും പോലീസ് സൂപ്രണ്ടും സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട്. മുഴുവൻ സാഹചര്യവും അവർ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ അറിയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.